നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. നെല്ലിയാമ്പതിയിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ഹെവി ഓഫ് റോഡും കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ടോപ്പിലെത്താനായിട്ട് സാധിക്കും കേട്ടോ. ഏകദേശം 130 വർഷം പഴക്കം ചെന്ന ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഈ ഫോറസ്റ്റിൻ്റെ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 450 ഏക്കർ ഫോറസ്റ്റിൽ നിൽക്കുന്ന ഈ ബംഗ്ലാവിൽ ഒരു നൈറ്റ് സ്റ്റേയും ചെയ്ത് നൈറ്റ് ഒരു സഫാരിക്കൊക്കെ പോയി കുറച്ച് വന്യമൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും കേട്ടോ. അതുകൂടാതെ മലയാള സിനിമ സൈമൺ ഡാനിയൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോറസ്റ്റിനുള്ളിലാണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന സെയിം ബംഗ്ലാവാണ് സിനിമയിലും കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഹിൽ ടോപ്പും ഈ ഒരു ബംഗ്ലാവിൻ്റെ പരിസരമൊക്കെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റി വാലി ഹിൽ റിസോർട്ടാണ്. അത് ഈ റിസർവ് ഫോറസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഈ നെല്ലിയാമ്പതിയിലെ പുലയമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം വരെയാണ് നമ്മൾ വന്ന വണ്ടികളും കാറും ബസ്സിനൊക്കെ വരാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അവിടെ നിന്ന് നമുക്ക് 4x4 വണ്ടിക്കാണ് 14 കിലോമീറ്റർ ഓഫ് റോഡും കയറി ഈ റിസോർട്ടിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന വണ്ടിയല്ല ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ 2 ജീപ്പ് എടുത്തിട്ടാണ് നേരെ റിസോർട്ടിലേക്ക് പോകുന്നത്. ഈ ഒരു ജീപ്പിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 റുപ്പീസാണ് അപ്പ് ആൻഡ് ഡൗൺ തന്നെ. അപ്പം 14 കിലോമീറ്റർ ഹെവി ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഹെവി ഓഫ് റോഡാണ്. അത് കയറ്റി നമ്മൾ റിസോർട്ടിൽ എത്തിക്കും. പിറ്റേന്ന് നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ വന്ന ഈ പുലയമ്പാറ കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്യും കേട്ടോ. ഇതിനാണ് 3000 റുപ്പീസ്. അപ്പോൾ നമ്മളങ്ങനെ ജീപ്പ് എടുത്ത് കുലുങ്ങി ഓഫ് റോഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഓഫ് റോഡ് ആദ്യമേ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡേ ഉള്ളൂ. പിന്നെ ഒരു ഏകദേശം ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഹെവി മലയും പാറയൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന പോലത്തെയുള്ള വഴിയിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടികൾക്കൊക്കെ ഭയങ്കര കുലുക്കമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് കൂടെ ഇങ്ങനെ ഓഫ് റോഡ് പൊക്കോണ്ടിരിക്കുവാണ്. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും എടുത്തിട്ടാണ് നമ്മൾ ഈ 14 കിലോമീറ്ററും കവർ ചെയ്ത് ഇതിൻ്റെ ടോപ്പിലെത്തുള്ളൂ കേട്ടോ. ഈ 14 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് 2 വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ 2 വ്യൂ പോയിന്റിൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറി പോയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിട്ടോ. അപ്പോൾ നമ്മളിവിടെ ജീപ്പൊക്കെ നിർത്തി എല്ലാവരും പുറത്ത് ഇറങ്ങി ആ വ്യൂ ഒക്കെ കണ്ട്, വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മലകളാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് അതിൻ്റെ അപ്പുറമുള്ള മലയൊക്കെ കാണാം. അങ്ങനത്തെ ഉള്ള വ്യൂസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി മലകളൊക്കെ കണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ തിരിച്ചു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു പകുതി കിലോമീറ്റർ പോലും ആയിട്ടില്ല. ഇവിടുന്ന് നമുക്ക് ഇനി ഒരുപാട് പോകാനുണ്ട്. നമ്മൾ പയ്യെ പോകുന്നതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇനി നേരെ ഇവിടുന്ന് വീണ്ടും വിട്ടു പോകാം കേട്ടോ. നമ്മളീ പോകുന്നത് തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജീപ്പ് സവാരി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനിമൽസിനെയൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. മലയാളം സിനിമ സൈമൺ ഡാനിയലിനകത്ത് ഈ ഒരു ഫോറസ്റ്റ് റൈഡും ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ് മേളിൽ ബംഗ്ലാവ് ചെല്ലുന്നതും ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ആ സിനിമ എനിക്ക് തോന്നുന്ന ഒരു 2 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമയെ കാണിച്ചേക്കുന്ന വഴി കുറച്ചും കൂടെ ബെറ്റർ ആണല്ലോ. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുന്നേക്കാളും കുറേ പൊളിഞ്ഞു പോയി കേട്ടോ. ഓരോ മഴക്കാലം കഴിയും തോറും വഴികളെല്ലാം പൊളിഞ്ഞ് ഓഫ് റോഡ് നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വ്യൂ പോയിന്റ് കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റും സൈമൺ ഡാനിയൽ എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരു ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാവ് പോലെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു പ്രതിഷ്ഠ പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറമായിട്ട് വലിയൊരു മലയുണ്ട്. മലയിൽ വേണേൽ നമുക്ക് പോയി കയറാം. വ്യൂ പോയിന്റിൽ നമ്മൾ ചിലവഴിക്കുന്ന ടൈം പോലെ നമ്മൾ റിസോർട്ടിൽ എത്താനായിട്ട് താമസിക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ആ മലയുടെ ടോപ്പിലൊന്നും പോയില്ല. ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഇപ്പുറം നിന്നിട്ട് മലകളും ആ വ്യൂവും കാര്യങ്ങളും എല്ലാം കണ്ട് കുറേ ഫോട്ടോയും സെൽഫീസൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇവിടുന്ന് റിസോർട്ടിലേക്ക് യാത്ര തുടങ്ങി കേട്ടോ.
വഴിക്ക് ഒരു മൈൽ റോഡിന് കുറുകെ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന മിസ്റ്റി വാലി എന്ന റിസോർട്ടിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഹെഡ് 3000 ആണ് കേട്ടോ. ഒരു 3000 റുപ്പീസിന് നമുക്ക് നമ്മൾ ഈവനിങ്ങാ ചെല്ലുന്നെങ്കിൽ അവിടെ ടീ ആൻഡ് സ്നാക്സ് കാണും. പിന്നെ നൈറ്റ് നമുക്ക് ഫുഡ് ഉണ്ട്, റൈസ്, ചിക്കൻ അങ്ങനത്തെ ഐറ്റം ഉള്ള ഫുഡ് ഉണ്ട്. പിന്നെ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. പിന്നെ നൈറ്റ് നമുക്ക് നൈറ്റ് സഫാരി ഉണ്ട് കേട്ടോ. ഇവരുടെ തന്നെ റിസർവ് ഫോറസ്റ്റ് ആണ് ഫുള്ളുള്ളത്. അപ്പോൾ അതിൽ നൈറ്റ് ഒരു ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ ആ ജീപ്പ് സഫാരിക്ക് പോകുമ്പോൾ ആനിമൽസിനെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഈ ഒരു പാക്കേജിനകത്ത് വരുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം മലയുടെ ടോപ്പിലെത്തി കേട്ടോ. ഇവിടെ മുതൽ സ്റ്റേ ഉണ്ട്. മിസ്റ്റി വാലി റിസോർട്ടിൻ്റെ തന്നെയാണ് ഈ സ്റ്റേകൾ കേട്ടോ. അപ്പോൾ മിസ്റ്റി വാലിക്ക് തന്നെ ഒരുപാട് സ്റ്റേ ഉണ്ട് ഈ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ ടോപ്പിലായിട്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് സ്റ്റേകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് തന്നെ. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്റ്റേ. അപ്പം നമുക്കുള്ള ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് നൈറ്റ് ഡിന്നറും എല്ലാം കഴിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ ചായയും സ്നാക്സും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പും സൈമൺ ഡാനിയൽ എന്ന് പറയുന്ന ഒരു മൂവിയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് പോകും കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് എത്തി കേട്ടോ. ഇതാണ് ആ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. സൈമൺ ഡാനിയൽ എന്ന മൂവിയിൽ ഓൾമോസ്റ്റ് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബംഗ്ലാവിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബംഗ്ലാവിലാണ് നമ്മൾ ഇന്ന് ഫുള്ള് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു ബംഗ്ലാവാണ്. ഏകദേശം ഒരു 130 വർഷം പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം കേട്ടോ. ഈ ബംഗ്ലാവിൽ ടോട്ടൽ 5 ബെഡ്റൂംസുകളുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫുള്ള് പണിതിരിക്കുന്നത് കരിങ്കല്ലിലാണ്. വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വന്ന കാട്ടുപോത്തിൻ്റെ കൂട്ടമാണ് കേട്ടോ ഇത്. നമ്മൾ ആ സ്റ്റേ ചെയ്യുന്ന ബംഗ്ലാവിൻ്റെ ഏകദേശം തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ കാട്ടുപോത്തിൻ്റെ കൂട്ടം വന്നേക്കുന്നത് കേട്ടോ. ഒരുപാട് കാട്ടുപോത്തുകൾ അവിടെ ഉണ്ട്.
അപ്പോൾ അതെല്ലാം സൈലൻ്റായിട്ട് അവിടെ ഇന്ന് തീറ്റയൊക്കെ തിന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളാരും അതിനൊന്നും വയലൻ്റ് ആക്കാനായിട്ട് അടുത്തേക്കൊന്നും പോകാതെ ഇരുന്നാൽ മതി കേട്ടോ. കുറച്ച് ദൂരത്ത് നിന്നിട്ട് എന്നെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ പോവാട്ടോ. പിന്നെ വേറെ അതിനെ ഉപദ്രവിക്കാനോ അതിനെ പ്രൊവോക്ക് ചെയ്യാനോ ഒന്നും നിൽക്കാതെ കണ്ടിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല കേട്ടോ. കാട്ടുപോത്തിനെ കണ്ട് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അതിൽ അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്നു. ഈ നൈറ്റ് സഫാരി എന്ന് ഞാൻ പറഞ്ഞത് നൈറ്റ് ഏകദേശം ഒരു 8 മണി തൊട്ടിട്ട് 1 മണിക്കൂറോളം നമുക്ക് നൈറ്റ് സഫാരിയാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു പാക്കേജിൽ. അപ്പോൾ നൈറ്റ് നമ്മൾ ആ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മൾ സഫാരിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ജീപ്പിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിക്കല്ല കേട്ടോ പോകുന്നത്. നമ്മൾ പോകാത്ത കുറച്ച് ഫോറസ്റ്റിൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അതിലെയാണ് നമ്മളെ ഈ രാത്രി ഇങ്ങനെ ചുറ്റി കറക്കി കൊണ്ടുപോയി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. ലൈറ്റ് ഇട്ടുമ്പോഴത്തേനും നമുക്ക് കാണാമല്ലോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ് കാട്ടുപോത്ത്. അപ്പോൾ കാട്ടുപോത്ത് 2 എണ്ണത്തിന് നമ്മൾ നൈറ്റ് സഫാരിക്ക് പോയപ്പോൾ കണ്ടു. പിന്നെ കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മ്ലാവിനെയും കണ്ടു കേട്ടോ. കാട്ടുപോത്തിനെയും മ്ലാവിനെയാണ് നമ്മൾ നൈറ്റ് സഫാരിക്ക് പോയപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് വണ്ടിക്കകത്ത് ഇരുന്ന് തന്നെയാണ് ഇത് ഫുള്ള് കണ്ടത്. വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയില്ല കേട്ടോ. വണ്ടി ഇരുന്ന് ആ വണ്ടിയുടെ വെട്ടത്തിൽ ഇതിനെ കാണാനായിട്ടാണ് നമുക്ക് പറ്റുള്ളൂ. പുറത്തിറങ്ങി നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ അത്. അതുകൊണ്ട് വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ഇതെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ നേരെ നമ്മൾ ആദ്യമേ വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച ഒരു ഷോപ്പുണ്ടല്ലോ, അവിടെ ചെന്നിട്ട് നമ്മൾ നൈറ്റ് ഡിന്നറും കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്ത് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്ന ബംഗ്ലാവിലേക്ക് അവർ ഫുഡ് കൊണ്ടുവന്ന് തരൂല. നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ഫുഡ് കഴിക്കുന്ന ഈ ഒരു സ്പോട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ബംഗ്ലാവിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ട്രിപ്പിന് വന്നപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് ഗ്രില്ല് ചെയ്യാനായിട്ട് മാരിനേറ്റ് ചെയ്ത് റാപ്പ് ചെയ്തുകൊണ്ടായിട്ട് വന്നത്. ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള കനൽ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ലിൽ വെച്ച് ചുട്ട് ഗ്രില്ലാക്കി നമുക്ക് കഴിക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് DJ ഒക്കെ വെച്ച് അടിച്ച് പൊളിച്ചുകൊണ്ടും ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഗ്രില്ല് ചിക്കനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മിസ്റ്റി വാലി ഹിൽ റിസോർട്ടിൽ സ്റ്റേ ചെയ്താൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഒരു ഹെവി ഓഫ് റോഡ്, ഒരു 14 കിലോമീറ്റർ ഹെവി ഓഫ് റോഡ് ജീപ്പിൽ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2 വ്യൂ പോയിന്റ് കാണാനുണ്ട്. പിന്നെ നമുക്ക് നൈറ്റ് ബംഗ്ലാവിൽ നിന്നതിന് ശേഷം നൈറ്റ് ഒരു ജീപ്പ് സഫാരിയും വന്നിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ വന്യമൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. പിറ്റേന്ന് നമ്മൾ തിരിച്ച് നമ്മൾ മല ഇറങ്ങുവാണ് കേട്ടോ. മല ഇറങ്ങി നേരെ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വരുന്ന പ്ലേസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുപോയി വിടും കേട്ടോ. അപ്പോൾ ഇതാണ് മിസ്റ്റി വാലി റിസോർട്ടിൻ്റെ ഒരു സ്റ്റേയുടെ ഒരു ഉള്ളടക്കം കേട്ടോ. ഈ ഒരു 14 കിലോമീറ്ററിനുള്ളിൽ 2 വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് ഈ ഒരു പുലയമ്പാറയിൽ നിന്ന് തന്നെ ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ജീപ്പ് സർവീസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ 2 വ്യൂ പോയിന്റും കണ്ടിട്ട് അന്ന് തന്നെ തിരിച്ചിറങ്ങി വരാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മേളിലത്തെ ഹിൽ ടോപ്പിൻ്റെ മേളിൽ പോയിട്ട് റിസോർട്ട് സ്റ്റേ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു വ്യൂ ഒക്കെ കണ്ട് ഈ ഒരു ഓഫ് റോഡും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് അത് ഒരു 1 ഡേയിൽ ആ ഒരു സർവീസ് മാത്രം എടുത്തിട്ട് നമുക്ക് പോയി ആ ഒരു വ്യൂ പോയിന്റും കണ്ട് ആ ഒരു ഓഫ് റോഡൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചിറങ്ങി വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാം കേട്ടോ. തിരിച്ചിറങ്ങി നമ്മൾ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന ആ സ്പോട്ടിലേക്ക് എത്തിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നേരെ റിട്ടേൺ പോവാണ് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ.